ലോകത്തിലെ ഏറ്റവും അപകടകരമായ 25 നഗരങ്ങൾ. അതായത് വിനോദസഞ്ചാരികൾ ഈ നഗരങ്ങളിൽ പോയാൽ വളരെ സൂക്ഷിക്കണം എന്നർത്ഥം. നിങ്ങളുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രാജ്യങ്ങളും സംസ്കാരങ്ങളും സന്ദർശിക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ്. വിദേശ തീരങ്ങളിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് മനുഷ്യത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചുമുള്ള വിശാലമായ ഉൾക്കാഴ്ചയും ധാരണയും നൽകുന്നു. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, അത് ജീവിതത്തെ മാറ്റിമറിക്കുന്നതാകാം. ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാകൂ. അതിലൂടെ നിങ്ങളും മാറുന്നു. എന്നാൽ ചില പ്രദേശങ്ങൾ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളാണെന്ന ഖ്യാതി വളരെ കാലമായി നിലനിർത്തുന്നു. എവിടെയും പോകുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വന്തം രാജ്യത്തിൻ്റെ യാത്രാ ഉപദേശക സേവനങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ചില പ്രദേശങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തമായി കോൺസുലേറ്റോ എംബസിയോ അല്ലെങ്കിൽ നയതന്ത്ര പിന്തുണകളോ ഇല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഏറ്റവും അപകടകരമായ 25 സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ പോകരുത് എന്നല്ല, ചില സ്ഥലങ്ങൾ കൂടുതൽ അപകടകരവും ചിലത് താരതമ്യേന അപകടവും ചിലത് അപകട സാധ്യത കുറഞ്ഞതുമാണ്. എന്നാൽ എല്ലായിടത്തും ഒരുപോലെ കലാപങ്ങളോ യുദ്ധങ്ങളോ ഉണ്ട് എന്ന് പറയുന്നില്ല. മറ്റു ചിലയിടത്ത് മറ്റു ചില ക്രമസമാധാന പ്രശ്നങ്ങളും ക്രിമിനലുകളുടെ വിഷയങ്ങളും പിടിച്ചുപറി സംഘങ്ങളും വിഹരിക്കുന്നതാകാം. എന്നിരുന്നാലും നിങ്ങളെ സ്വയം സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ നഗരമാണ് സിറിയയിലെ അലെപ്പോ. ഒരു കാലത്ത് സിറിയയിലെ ഏറ്റവും വലിയ നഗരവും പുരാതന ചരിത്രം, കലാ, സംസ്കാരം, കായികം, വിദ്യാഭ്യാസം എന്നിവയുടെ കേന്ദ്രവുമായിരുന്നു അലെപ്പോ. 2011 ആരംഭിച്ച സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ മുൻനിരയിലായിരുന്നു ഈ നഗരം. നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ വർഷങ്ങളായി ഉപരോധത്തിലായിരുന്നു. നഗരം ഇപ്പോൾ സുഖം പ്രാപിച്ച് വരികയാണ്. കുടിയിറക്കപ്പെട്ടവരിൽ ചിലർ ജീവിതം പുനർനിർമ്മിക്കാൻ മടങ്ങി വരുന്നു. എന്നിരുന്നാലും സിറിയ ഇപ്പോഴും ഒരു യുദ്ധമേഖലയാണ്. അവിടെ വിദേശികൾക്ക് യാത്ര ചെയ്യുന്നത് അത്ര സുരക്ഷിതമല്ല. 2. കാബൂൾ, അഫ്ഗാനിസ്ഥാൻ. കാബൂൾ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ്. ലോകത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയർന്ന തലസ്ഥാനങ്ങളിലൊന്ന്. ഒരു കാലത്ത് അതിൻ്റെ ചന്തകളും കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം മനോഹരമായിരുന്നു. നഗരം ഇപ്പോൾ വളരെ അപകടകരമാണ്, പ്രത്യേകിച്ച് പാശ്ചാത്യ സഞ്ചാരികൾക്ക്. നഗരം പതിവ് ആക്രമണങ്ങളുടെയും തട്ടിക്കൊണ്ട് പോകലുകളുടെയും ഒരു സ്ഥലമാണ്. 3. ജുബ, സൗത്ത് സുഡാൻ. മൃഗങ്ങളുടെ അത്ഭുതകരമായ കുടിയേറ്റത്തിൻ്റെ ഒരു സ്ഥലമാണെങ്കിലും ആഫ്രിക്കയിലെ ദക്ഷിണ സുഡാൻ 2013 മുതൽ യുദ്ധാവസ്ഥയിലാണ്. ജുബ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സായുധ സംഘടനവും അക്രമവും കാരണം അവിടേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമേ അല്ല. നിലവിൽ ദക്ഷിണ സുഡാനിലെ വിദേശികളോട് കഴിയുന്നത്ര വേഗം സുരക്ഷിതമായി മടങ്ങാൻ നിർദ്ദേശിക്കുന്നു പല രാജ്യങ്ങളും. 4. സന, യമൻ. യമനിലും സനയിലുമൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ അങ്ങേയറ്റം അസ്ഥിരമാണ്. രാജ്യത്തിലെ 4 ലോക പൈതൃക കേന്ദ്രങ്ങളിലൊന്നായ സനായിലെ പഴയ നഗരം 2015 ബോംബാക്രമണത്തിൽ തകർന്നു. വിദേശികൾക്ക് ഈ നഗരം സന്ദർശിക്കാൻ അനുവാദമില്ല. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലിനും ഇരയാകാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. 5. കിൻഷാസ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോങ്കോ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് മാറ്റത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ഒരു നീണ്ട രാഷ്ട്രീയ ചരിത്രമുണ്ട്. പണ്ട് സഞ്ചാരികൾ ഗൊറില്ലകളെ കാണാൻ വിരുങ്ക പർവ്വത നിരകളുടെ കിഴക്കൻ അതിർത്തിയിലേക്ക് കാൽനടയായി പോകാറുണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ചെയ്യുന്നത് സുരക്ഷിതമല്ല. തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള കിൻഷാസ ഒരു വലിയ വിശാലമായ തലസ്ഥാന നഗരവുമാണ്. 6. ഖാർട്ടൂം, സുഡാൻ. സുഡാന്റെ തലസ്ഥാന നഗരമായ ഖാർട്ടൂമിൽ വൈറ്റ് ആൻഡ് ബ്ലൂ നൈൽ നദികൾ സംഗമിക്കുന്നു. സംഘർഷം കാരണം സുഡാനിലെ ചില പ്രദേശങ്ങൾ അടിയന്തരാവസ്ഥയിലാണ്. ഈ നഗരത്തിനകത്തും പുറത്തും കർഫ്യൂവും എപ്പോൾ വേണമെങ്കിലും സഞ്ചാര നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയേക്കാം എന്നതുകൊണ്ട് സഞ്ചാരികൾ വളരെ സൂക്ഷിക്കുക. 7. ഇസ്ലാമാബാദ്, പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ 1960കളിൽ സ്ഥാപിതമായ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ്. ഈ നഗരം താരതമ്യേന പുതിയൊരു നഗരമാണ്, വലിയൊരു നഗരവുമാണ്. പുരാതന ചരിത്രമുള്ള ഒരു പ്രദേശം എന്നതുപോലെ തന്നെ ഉയർന്ന ജീവിത നിലവാരത്തിനും പേരുകേട്ടതാണ്. തീവ്രവാദ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശമാണ്. മതപരമായ അവധി ദിവസങ്ങളിലും ഇലക്ഷൻ കാലത്തും ഇത് പ്രത്യേകിച്ച് സുരക്ഷിതമല്ലാത്ത ഒരു നഗരമാക്കി മാറ്റുന്നു. 8. പ്യോങ്യാങ്, നോർത്ത് കൊറിയ. ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിലേക്കുള്ള യാത്ര ഉചിതമല്ല. രാഷ്ട്രീയ അനുരഞ്ജനത്തിനായുള്ള സമീപകാല നടപടികൾ ഉണ്ടായിട്ടും രാജ്യം ഇപ്പോഴും ഉയർന്ന അപകട സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു.
വിദേശികൾ നിയന്ത്രണങ്ങൾ നേരിടുന്നു. കൂടാതെ അബദ്ധവശാൽ പ്രാദേശിക രീതികൾ ലംഘിക്കുന്നത് ശിക്ഷകൾ കഠിനമാക്കിയേക്കാം. ബൊഗോട്ടോ, കൊളംബിയ. കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ടോ രാജ്യത്തിൻ്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന് മികച്ച വാസ്തുവിദ്യ, കലകൾ, മികച്ച കാപ്പി എന്നിവയെല്ലാമുണ്ട്. പക്ഷേ തെരുവ് കുറ്റകൃത്യങ്ങൾക്ക് ഈ നഗരത്തിന് പേരുദോഷവുമുണ്ട്. ഈ നഗരത്തിന് പുറത്ത് കൊളംബിയയിലെ പല പ്രദേശങ്ങളും നിലവിൽ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമേ അല്ല. 10 കാരക്കാസ്, വെനസ്വേല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസ് അക്രമാസക്തമായ പ്രതിഷേധങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ തീരത്തും ഏറ്റവും കൂടുതൽ കൊലപാതക നിരക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇതെന്നും പറയപ്പെടുന്നു. മറ്റു പല രാജ്യങ്ങളും വെനസ്വേലയുടെ മിക്ക ഭാഗങ്ങളിലേക്കും ആവശ്യമില്ലാതെയുള്ള യാത്രകൾ തങ്ങളുടെ പൗരന്മാരെ നിരുത്സാഹപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കൊളംബിയൻ അതിർത്തിയിലെ മയക്കുമരുന്ന് കടത്ത പ്രദേശങ്ങൾക്ക് സമീപം. 11 അസ്വാൻ, ഈജിപ്റ്റ്. ഈജിപ്റ്റ്, പ്രത്യേകിച്ച് കെയ്റോയും വടക്കുള്ള പിരമിഡുകളും നിരവധി ആളുകളുടെ സ്വപ്നത്തിലുള്ള ഒരു ഭാഗമാണ്. ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ പലതും ഇപ്പോൾ സന്ദർശകർക്ക് കൂടുതൽ സുരക്ഷിതമല്ലാതായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങളും വിദേശ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളും എല്ലാമുണ്ട്. തെക്കുള്ള അസ്വാൻ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് അസ്വാൻ. 12 മെക്സിക്കോ സിറ്റി, മെക്സിക്കോ. ആസ്ടെക്, മായൻ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങളും ഏകദേശം 90 ദശലക്ഷം ആളുകളും നിറഞ്ഞ മെക്സിക്കോ സിറ്റി മുൻകാലങ്ങളിൽ നേടിയ അപകടകരമായ ഒരു സ്ഥലമെന്ന ഖ്യാതി ഇപ്പോഴും നിലനിർത്തുന്നു. അതിനാൽ ഏതൊരു വലിയ നഗരത്തെയും പോലെ നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധിയും ജാഗ്രതയും ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്ത് അടുത്തിടെ ഭൂകമ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഭൂകമ്പങ്ങൾ വളരെ അപകടകരമാണ്, കാരണം അത്രമാത്രമാണ് ജനസാന്ദ്രത. 13 നമ്മുടെ മുംബൈ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഉള്ള മുംബൈ പണ്ട് ബോംബെ എന്നും അറിയപ്പെട്ടിരുന്നു. മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണിത്. ഏകദേശം 12.5 ദശലക്ഷം ജനസംഖ്യയുള്ള ഒരു മഹാനഗരമാണിത്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരം. ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ബോംബെയിൽ തട്ടിപ്പുകൾക്കെതിരെ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പലരും നിർദ്ദേശിക്കുന്നുണ്ട്. സ്ത്രീകൾ പ്രത്യേകിച്ച് വ്യക്തിഗത സുരക്ഷയെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം. 14 എൻജാമിന, ചാഡ്. മധ്യ ആഫ്രിക്കയിലെ ചാഡിൻ്റെ തലസ്ഥാനമായ എൻജാമിന വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തലസ്ഥാനത്തിൻ്റെ 4/1 മാത്രമേ നഗരപ്രദേശമായുള്ളൂ. ബാക്കിയുള്ളത് കൃഷിയെയും ഫാമിങ്ങിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ പ്രദേശത്തേക്കും ചാഡിലെ മറ്റിടങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് നിലവിൽ ആരും ശുപാർശ ചെയ്യുന്നില്ല. വിദേശ പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും നേരെയുള്ള കാർജാക്കിങ്ങും കുറ്റകൃത്യങ്ങളുമാണ് ഇതിന് കാരണം. 15 റിയാദ്, സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദ് ഒരു ഉൾനാടൻ പ്രദേശമാണ്. എന്നിരുന്നാലും യമനിൽ നിന്നുള്ള ദീർഘദൂര മിസൈൽ ആക്രമണങ്ങൾ അതിനെ ബാധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ മൊത്തത്തിൽ തീവ്രവാദ ആക്രമണ സാധ്യതയിലുള്ള ഒരു പ്രദേശവുമാണ്. വിനോദസഞ്ചാരികൾ, മതപരമായ സ്ഥലങ്ങൾ, മറ്റു തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവയാണ് തീവ്രവാദികളുടെ സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ. 16 മാൻഡളെ, മ്യാൻമാർ. മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് മാൻഡളെ. മറ്റു ചില നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ നഗരമല്ല, എന്നാൽ ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളുമുണ്ട്. പ്രാദേശിക മയക്കുമരുന്ന് വ്യാപാരത്തിന് പേരുണ്ടെങ്കിലും നഗരം താരതമ്യേന സുരക്ഷിതമാണ്. മ്യാൻമാറിലെ മറ്റിടങ്ങളിൽ ഗുരുതരമായ ആഭ്യന്തര സംഘർഷങ്ങളും അസ്വസ്ഥതകളുമുള്ള പ്രദേശങ്ങൾ ധാരാളമുണ്ട്. 17 എറവാൻ, അർമേനിയ. അർമേനിയയുടെ തലസ്ഥാനമായ എറവാനിൽ നിന്ന് അരാരത്ത് പർവ്വതത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി നഗരം ആധുനികവൽക്കരണത്തിന് സാക്ഷ്യം വഹിച്ചു. വിനോദസഞ്ചാരികൾ ചില തട്ടിപ്പുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. എന്നിരുന്നാലും സന്ദർശിക്കാൻ താരതമ്യേന സുരക്ഷിതമായ നഗരമായി ഈ നഗരത്തെ കണക്കാക്കപ്പെടുന്നു. സമീപ വർഷങ്ങളിൽ നഗരത്തിൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അർമേനിയയുടെ മറ്റിടങ്ങളിൽ ചില അതിർത്തികൾ അസർബൈജാനുമായി സായുധ സംഘടനത്തിന് വിധേയമാണ്. കാലങ്ങളോളം ഈ യുദ്ധം നീണ്ടുപോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏതാണ്ട് ശമിച്ച മട്ടാണ്. 18 കിങ്സ്റ്റൺ, ജമൈക്ക. ജമൈക്കയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ കിങ്സ്റ്റൺ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസക്തമാണ്. കിങ്സ്റ്റണിലെ ചില അയൽ പ്രദേശങ്ങൾ ഗുണ്ടാ പ്രവർത്തനങ്ങളുടെയും വിനോദസഞ്ചാരികൾക്ക് നിരോധിത മേഖലയുടെയും പര്യായമാണ്. ബോബ് മാർലി എന്ന സമാധാനപ്രിയനായ സംഗീതജ്ഞൻ്റെ മുൻ വീട്ടിൽ ബോബ് മാർലി മ്യൂസിയവുമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. 19 ഒഡേസ, ഉക്രൈൻ. ഉക്രൈനിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഒഡേസ കരിങ്കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു റിസോർട്ട് എന്ന നിലയിൽ ഈ നഗരത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികൾക്ക് ഇതൊരു ജനപ്രിയ സ്ഥാനവുമാണ്. 2014 ഈ നഗരം ബോംബാക്രമണങ്ങളുടെ ലക്ഷ്യമായിരുന്നു.
ഉക്രൈൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കും ക്രീമിയൻ ഉപദ്വീപുകളിലേക്കും യാത്ര ചെയ്യുന്നത് ശുപാർശ ചെയ്യുന്നില്ല. ഇപ്പോൾ റഷ്യയുമായുള്ള യുദ്ധം 2 വർഷം പിന്നിട്ടപ്പോൾ രാജ്യം തന്നെ കൂടുതൽ അപകടാവസ്ഥയിലായി. 20 ജെറുസലേം, ഇസ്രായേൽ. മധ്യപൂർവ്വ ദേശത്തെ ജെറുസലേം നൂറ്റാണ്ടുകളായി പ്രദേശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ചരിത്രപരമായി ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം എന്നീ മതങ്ങളുടെ അനുയായികൾക്ക് ഈ നഗരം ആത്മീയമായി പ്രാധാന്യമുള്ളതാണ്. ഇസ്രായേലും പാലസ്തീനും ജെറുസലേം തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയും സംഘർഷം തുടരുകയും ചെയ്യുന്നു. 21 കലിനിൻഗ്രാഡ്, റഷ്യ. റഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി വേറിട്ടതാണ് കലിനിൻഗ്രാഡ്. ലിത്വാനിയയ്ക്കും പോളണ്ടിനും ഇടയ്ക്കുള്ള ബാൾട്ടിക് കടലിലാണ് ഒബ്ലാസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 20 വർഷമായി ഈ പ്രദേശം വിനോദസഞ്ചാരികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതിൻ്റെ സ്ഥാനവും റഷ്യ സൈനിക ആവശ്യങ്ങൾക്കായി ഈ പ്രദേശം അടുത്തിടെ ഉപയോഗിച്ചതും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രദേശം മുമ്പ് കിഴക്കൻ പ്രഷ്യയുടെ വടക്കൻ ഭാഗമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി പരാജയപ്പെട്ടതോടെ സോവിയറ്റ് യൂണിയൻ ഈ പ്രദേശം റഷ്യയുമായി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യാനന്തര കുടിയേറ്റത്തിനും ജർമ്മൻകാരുടെ പലായനത്തിനും പുറത്താക്കപ്പെടലിനും ശേഷം ഈ പ്രദേശം സോവിയറ്റ് പൗരന്മാരാൽ നിറഞ്ഞിരിക്കുന്നു, കൂടുതലും റഷ്യക്കാർ. 22 ഗാസ, പലസ്തീൻ. ഗാസ മുനമ്പോ ഗാസ നഗരമോ മെഡിറ്ററേനിയൻ കടലിലെ വെള്ളമോ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമല്ല. ഈ പാലസ്തീൻ അധിനിവേശ പ്രദേശത്തെ അസ്ഥിരമായ സാഹചര്യം സങ്കീർണമാണ്. ഇസ്രായേലും ഈജിപ്തും അതിൻ്റെ അതിർത്തികൾ നിയന്ത്രിക്കുന്നു. 23 അകാപുൽക്കോ, മെക്സിക്കോ. മെക്സിക്കോയുടെ കിഴക്കൻ തീരത്തുള്ള അകാപുൽക്കോയിലെ പാറക്കെട്ടുകളിൽ നിന്ന് ഡൈവിംഗ് നടത്തുക എന്നത് നിങ്ങളുടെ ആഗ്രഹ പട്ടികയിലുണ്ടോ? തീരത്ത് ടൂറിസ്റ്റ് ഹോട്ടലുകളും കുന്നുകളിലെ ചേരിപ്രദേശങ്ങളുമുള്ള വളരെ അതിരുകടന്ന് വ്യാപിച്ചുപോയ നഗരമാണിത്. അകാപുൽക്കോയിലുള്ള ആഭ്യന്തര ടൂറിസം മെക്സിക്കോക്കാർക്കിടയിൽ ജനപ്രിയമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ദശകത്തിൽ അപകടങ്ങൾ കാരണം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞു. 24 സോഫിയ, ബൾഗേറിയ. ബൾഗേറിയയുടെ തലസ്ഥാന നഗരമായ സോഫിയയിൽ നിന്ന് ഹൈക്കിംഗ്, സ്കീയിങ് എന്നിവയ്ക്ക് പേരുകേട്ട വിറ്റോഷ പർവ്വതത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. സോവിയറ്റ് യൂണിയന് മുമ്പുള്ള ഈ പ്രദേശങ്ങൾ ചരിത്ര കലാപ്രേമികൾക്കും ഒരു ലക്ഷ്യസ്ഥാനമാണ്. ബൾഗേറിയൻ മാഫിയയുടെയും കേന്ദ്രം കൂടിയാണ് ഈ നഗരം. മോഷണം പോലുള്ള കുറ്റകൃത്യങ്ങൾ സാധാരണമാണ്. 25 ലാപാസ്, ബൊളീവിയ. തെക്കേ അമേരിക്കയിലെ ബൊളീവിയയിലുള്ള ലാപാസ് ബൊളീവിയൻ സർക്കാരിൻ്റെ ആസ്ഥാനമാണ്. നിരവധി മ്യൂസിയങ്ങൾ, ഉത്സവങ്ങൾ, മാർക്കറ്റുകൾ, കരകൗശല വസ്തുക്കൾ, ചുറ്റുമുള്ള പർവ്വതങ്ങൾ എന്നിവയാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. നിർഭാഗ്യവശാൽ പോക്കറ്റടിക്കാരും ബാഗ് പിടിച്ചു പറിക്കാരും കുറവല്ല. തെരുവ് തട്ടിപ്പുകാർ വിനോദസഞ്ചാരികളെ കൊള്ളയടിക്കാൻ വിവിധ കബളിപ്പിക്കലുകളും അതിന് കൂട്ടാളികളെയും ഉപയോഗിക്കുന്നതാണ്.